ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനതുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ശ്രീരാമൻ്റെ പ്രതിഷ്ഠയ്ക്കായി 500 വർഷം തപസ് ചെയ്ത ഹനുമാനെ പറ്റി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. രാമന് വേണ്ടി 500 വർഷം തപസ് ചെയ്ത് രാമനെ പ്രതിഷ്ഠിക്കാൻ കാരണമായ ആ തപത്തിൻ്റെ അല്ലെങ്കിൽ ആ തപസ്സിൻ്റെ ബലത്തിലാണ് ഇന്ന് ഇത്രയും വർഷങ്ങൾ, 500 വർഷം എന്നത് നിസ്സാര കാര്യമല്ല. 500 വർഷങ്ങൾ തപസ് ചെയ്ത ആ തപസ്സിൻ്റെ ശക്തി, തപശക്തി കൊണ്ട് ആണെന്ന് രാമനെ അയോധ്യയിൽ പ്രതിഷ്ഠിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീരാമൻ്റെ ദൂതൻ, രാമദൂതനാണ് ഹനുമാൻ. രാമൻ മനസ്സിൽ എന്തു കാണുന്നുവോ അത് അവിടെ പ്രവർത്തിക്കുന്ന, അത് ചെയ്യുന്ന ഹനുമാനാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടം, ഈ 500 വർഷം കൊണ്ട് തപസ് ചെയ്തു. എവിടെ തപസ് ചെയ്തു? നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യമായി നമ്മൾ ഓരോരുത്തരും ആ അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ലോകത്ത് ഒന്നും അല്ലാത്ത ഒരു സമയം ഭാരതം ഉണ്ടായിരുന്നു. ആ ഭാരതത്തെ ഇത്രയും വർഷം കൊണ്ട് വായുവേഗത്തിൽ ഇന്ത്യ ഇപ്പോൾ ഏത് ഇതിലാണ് നിൽക്കണതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതേപോലെ വായുവേഗത്തിൽ ഇന്ത്യയെ നയിച്ച, അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെ വായുവേഗത്തിൽ വളർത്തിയ, ഓരോരുത്തരുടെ മനസ്സിലും ഇത് ചെയ്യണമെന്ന് കൊണ്ടുവന്ന ഹനുമാൻ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഹനുമാൻ തന്നെയാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയിലൂടെ മറ്റുള്ളവരിലൂടെ ചെയ്യിപ്പിച്ചത് എന്ന് ഇപ്പോഴും വിശ്വസിക്കും. അയോധ്യയിലെ ആ രാമക്ഷേത്രത്തിൻ്റെ, അത് രാമക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, രാമൻ അവിടെ രാജാവാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ കാവലായിട്ട് ഹനുമാൻ എപ്പോഴും ഉണ്ടാകും. രാമജന്മഭൂമി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്ഷേത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ക്ഷേത്രമല്ല, അത് കൊട്ടാര തുല്യമാണ്, കൊട്ടാരമാണ്. കാരണം നമുക്കാണ് രാമൻ ദൈവമായിട്ടുള്ളത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഒരു ദൈവത്തിൻ്റെ അവതാരമായി പിറവിയെടുത്ത് രാമജന്മഭൂമി അവതാരമാണ്. എന്നുവെച്ചാൽ അവിടെ ജനിച്ചു, അവിടെ വളർന്നു. ബാലകനായ രാമനെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പ്രതിഷ്ഠ കാണിച്ചുള്ളൂ. ഇനി ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ ഇനി നമ്മുടെ രാജ്യത്തും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആ ഒരു വിഗ്രഹം പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റു ഫോട്ടോയിലൂടെയും മറ്റുള്ളവരിലൊക്കെ കണ്ടപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് ആ രൂപം എന്നിട്ട് കണ്ണുനീര് വീഴാത്തവർക്ക്
അത് കണ്ണടച്ച് ആ രൂപം മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അതാണ് ആ പ്രതിഷ്ഠയുടെ ചൈതന്യം. ചൈതന്യം ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആണ് ഹനുമാൻ ഓരോരുത്തരുടെ മനസ്സിലും തപം ചെയ്ത് അതിലേക്ക് നമ്മളെ എത്തിച്ചത്. എല്ലാവരും രാമപ്രതിഷ്ഠയിൽ ഹനുമാനെ മറന്നു എന്ന് തന്നെ വേണമെങ്കിൽ, അവിടെ അയോധ്യയിലുള്ളവരെ മറന്നിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ ഒരു ഗുഹയ്ക്കുള്ളിൽ രാമനല്ല ഹനുമാൻ ഇന്നും ഇരിക്കുന്നുണ്ട് എന്ന്, തപസ് ചെയ്ത് ഇരിക്കുന്നുണ്ട് എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ കാവലും രാമദൂതനായ ഹനുമാനെ അവിടെ പ്രതിഷ്ഠ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 500 വർഷം ഈ ഒരു കാലഘട്ടത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു, അതൊക്കെ ലക്ഷ്യം കണ്ടത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ദേവചൈതന്യങ്ങൾ ഒരുമിച്ച് മനുഷ്യരിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാനും, നമുക്ക് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യമാണ്. നമ്മളെ കണ്ണടയ്ക്കുമ്പോൾ ആ രൂപം കാണുമ്പോൾ, രാമവിഗ്രഹം കാണുമ്പോൾ ഉള്ളിൽ നിന്ന്, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴാനുള്ള കാരണം നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യവും അവിടെയുള്ള ചൈതന്യവും തമ്മിൽ പോസിറ്റീവും. അതിൽ നമുക്ക് ഉള്ളിൽ ദുഃഖം എന്ന് വെച്ചാൽ കരച്ചിൽ, വിഷമം, ഇത്രയും നാളും ഒരു വൈകാരികത ഉണ്ടാക്കും. അതാണ് ആ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ ചൈതന്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഇനി കണ്ണുനീർ വരാത്തവർക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഏത് ഈശ്വരനായിക്കോട്ടെ, ജാതിയോ മതമോ ഒന്നും പറയണില്ല, പക്ഷേ ഏത് ചൈതന്യമായാലും അത് ഈശ്വരൻ്റെ അനുഗ്രഹം ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ ഇത് വന്നിരിക്കും. ഇല്ലാത്തവർ ചിന്തിച്ചോ, അങ്ങനെ ഒരു ചൈതന്യം നിങ്ങൾക്ക് മനുഷ്യനിലേക്ക് ഈശ്വര ചൈതന്യം. നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? അവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. ഇതേ എനർജിയാണ് നമ്മൾ മനസ്സിൽ ആ വിഗ്രഹത്തെ കണ്ണടച്ച് ഇരുന്ന് മനസ്സിലാലോചിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു വിഷമമുണ്ട്. ആ വിഷമമാണ് 500 കൊല്ലത്തെ ഹനുമാന്റെ കാത്തിരിപ്പിൻ്റെ വിഷമമാണ് ഒരു തുള്ളി കണ്ണീരായിട്ട് നമുക്ക് തോന്നുന്നത്. അതാണ് ആ തപസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. 500 വർഷം മുമ്പ് ഈ വർഷം വരെ നമുക്ക് അങ്ങനെ ഒരു കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ വിഷമമാണ് അത്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇതിലൂടെ വരുന്നത്. അത് നമ്മൾ ഇനി വരാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ കണ്ണുറന്ന വിഗ്രഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ, കണ്ണടച്ച് വിഗ്രഹത്തിൻ്റെ ആ രൂപം മനസ്സിലിട്ട് ചിന്തിച്ചൊരു 10 മിനിറ്റ് ജപരീതിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഈശ്വര ചൈതന്യം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല, ഈശ്വര പ്രസാദം മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതിൽ ജാതി മതം ഒന്നുമില്ല, ഈശ്വരൻ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. അതാദ്യം ചിന്തിക്കും. നമ്മുടെ മനസ്സിലാണ് 500 വർഷം ഈശ്വരനായ ഹനുമാൻ നമ്മൾ ഓരോരുത്തരെയും തപസ് ചെയ്ത്
അതിലേക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരു തുള്ളി കണ്ണുനീര് വീഴാനുള്ള കാരണം. എല്ലാവർക്കും നന്ദി.